പണി പൂർത്തിയാക്കാതെ ടോൾ പിരിവ്. പന്തീരങ്കാവ് ടോൾ പ്ലാസയ്ക്കെതിരെ മനുഷ്യാവകാശ കമ്മീഷൻ. പന്തീരങ്കാവ് ദേശീയപാതയിലെ ടോൾ പിരിവിനെതിരെയുള്ള പരാതിയെ തുടർന്ന് മനുഷ്യാവകാശ കമ്മീഷൻ നാഷണൽ ഹൈവേ പ്രൊജക്ട് ഡയറക്ടറോട് റിപ്പോർട്ട് തേടി. വിനോദ് കുമാർ തല്ലാശ്ശേരി സമർപ്പിച്ച പരാതിയെ തുടർന്നാണ് നടപടി. നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ ടോൾ പിരിവ് നിർത്തണമെന്നായിരുന്നു പരാതി. 15 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ് നിർദ്ദേശിച്ചു. തിരൂർ PWD റെസ്റ്റ് ഹൌസിൽ നടക്കുന്ന അടുത്ത സിറ്റിംഗിൽ കേസ് പരിഗണിക്കും. പന്തീരങ്കാവിൽ ടോൾ പിരിവ് നടക്കുന്നതിന് മുമ്പ് തന്നെ ഇതേ തുടർന്ന് പരാതി ഉണ്ടായിരുന്നു. പലയിടങ്ങളിലും ദേശീയപാതയുടെ നിർമ്മാണം പൂർത്തിയായിട്ടില്ല. പണി പൂർത്തിയാകുന്നതിനിടെ 3 വരിയിലൂടെ പോകേണ്ട വാഹനങ്ങൾ 2 വരിയായിട്ടാണ് കടത്തിവിടുന്നത്. ഇതിനു പുറമെ ഈ ഭാഗത്ത് ഗതാഗതക്കുരുക്ക് ഉണ്ടാകുകയും ടോൾ പ്ലാസയിലെ ജീവനക്കാരും ഈ വഴി സഞ്ചരിക്കുന്ന സഹയാത്രികരുമായി വാക്കുതർക്കമുണ്ടാകുകയും പതിവാണ്. ടോൾ പിരിക്കണമെങ്കിൽ ദേശീയപാതയുടെ നിർമ്മാണം പൂർത്തിയാക്കണം. പണി പൂർത്തിയാക്കാതെ ടോൾ പിരിക്കുന്നത് മനുഷ്യാവകാശ ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകിയത്. നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനിടയിൽ ടോൾ കളക്ഷൻ ആരംഭിച്ചത് ഗതാഗത തടസ്സത്തിന് കാരണമാകുന്നുണ്ട്. നിർമ്മാണം പൂർത്തിയാകുന്നതുവരെ ടോൾ കളക്ഷൻ നിർത്തിവെക്കണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. ദേശീയപാതയിൽ പല ഇടങ്ങളിലും നിർമ്മാണം നടക്കുന്നുണ്ട്. പാലങ്ങളുടെ നിർമ്മാണം പൂർത്തിയായിട്ടില്ല. ചിലയിടങ്ങളിൽ റോഡിലെ ടാറിംഗ് അടക്കം നടക്കുന്നുണ്ട്. സർവീസ് റോഡുകളുടെ നിർമ്മാണവും നടക്കുന്നുണ്ടെന്ന് പരാതിയിൽ പറയുന്നു. നിർമ്മാണം നടക്കുന്ന പാലങ്ങളുടെ ഭാഗത്തും ഗതാഗത ക്രമീകരണം ഉള്ളതിനാൽ രാമനാട്ടുകര ഭാഗത്തേക്ക് ഒരു ലൈനായിട്ടാണ് വാഹനങ്ങൾ അനുവദിക്കുന്നത്. ഇവിടെ വാഹനാപകടങ്ങളും സംഭവിക്കുന്നുണ്ട്. ഇതിനെതിരെ യാത്രക്കാരും പ്രദേശവാസികളും പ്രതിഷേധവുമായി രംഗത്തു വന്നിരുന്നു.